സൂക്ഷിച്ചു നോക്കിയേ, ചിരിക്കുന്നുണ്ടെങ്കിലും കണ്ണുകളിൽ നല്ല വിഷാദമുണ്ട്. വേറെ ഒന്നുമില്ല, എൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് 45 ദിവസത്തെ വെക്കേഷനിൽ കുറച്ച് മറ്റേ ഇന്റേൺഷിപ്പ് പോയി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസമാണ് വീട്ടിൽ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് ഈറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിസ്മയിൽ പോകണം. അവിടെ എന്തൊക്കെ വാങ്ങിച്ചിട്ട് വിഷമം കാരണം ഐസ്ക്രീം കുടിക്കുവാണ്. ഇനി ഒരുപാട് വിഷമമായതുകൊണ്ട് പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള ടൈമായി, കാരണം ട്രെയിൻ എന്നെ കാത്തിരിക്കത്തില്ലല്ലോ. സോ റെഡിയായി ഇറങ്ങുമ്പോഴത്തേക്കും കൃത്യം പീരീഡ്സ് ആയി. എൻ്റെ ഒരു അവസ്ഥ നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാഡി കൂടെ വന്നു, കാരണം പീരീഡ്സ് ആകുമ്പോഴത്തേക്കും വെയിറ്റ് എടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ട്രെയിൻ വിജനമുഖമായിരിക്കുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തെ ആൾക്കാരൊക്കെ എത്തി മണ്ടക്കറി ഇരിക്കുന്നുണ്ട്. നൈറ്റ് ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം കപ്പിൾസ് ലൈറ്റ് ഇട്ടിരിക്കുക 10 മണിക്ക് ശേഷം. പിന്നെ അവർ ഉറച്ച് സംസാരിക്കുന്നുണ്ട്. ഫൈനലി ഞാൻ കാഞ്ഞങ്ങാടെത്തി ഓട്ടോ പിടിച്ചിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് പോകുകയാണ്, കാരണം എനിക്ക് അനങ്ങാൻ വിറയലും പ്രശ്നം ആകെ പ്രശ്നമാണ്. അപ്പോൾ ലിഫ്റ്റും വർക്കാവും. ഈ ലഗേജ് കൊടുത്ത് 3-ാമത്തെ നിലയിൽ എത്തിയപ്പോഴത്തേക്ക് റൂം ഭാർഗവി നിലയം പോലെ ഇരിക്കുന്നു. പൊടിയും വലയും എന്തെങ്കിലും കോളേജ് പോകാൻ റെഡിയായി. ഒട്ടും വയ്യ പീരീഡ്സ്. എനിക്ക് ഭയങ്കര വേറെ തന്നെ കാലം തന്നെ പീരീഡ്സ് ആയിട്ട് എവിടെയൊക്കെ വേനിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഓട്ടോ വിളിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ അമ്മയെ എനിക്ക് എങ്ങനെ വന്നെന്നറിയാമോ? എന്നിട്ട് ഈ ഭാരമൊക്കെ ചുമന്ന് മണ്ടേക്കറി എന്നിട്ട് ഒന്ന് ജസ്റ്റ് കുളിച്ച് ജസ്റ്റ് ഒന്ന് തൂത്തിട്ട്, കാരണം അത്ര പൊടിയായിരുന്നു. രാത്രി ഇത് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നല്ലപോലെ ടീച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഓർമ്മ കാണുന്നത് വിദൂരതയിൽ കാണുന്നതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ക്ലാസ്സിലെത്തി അതുപോലെ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ അകപ്പെട്ടു പോയി, കാരണം ആ സീറ്റ് ആരും എടുക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ഇരിക്കും. പിന്നെ അഡ്മിഷൻ എടുക്കാൻ വന്ന കുട്ടികളിൽ ഒരു കുട്ടിയുടെ പാരൻറ്റ് ചോക്ലേറ്റ് വന്നു. അപ്പോൾ ആ ചോക്ലേറ്റ് കഴിക്കുവാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ബോറടിച്ചോണ്ട് ഞാനും ദിവ്യയും കൂടെ ഒരു സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് മിൽമയിൽ പോയി അവിടെ ചെന്നിട്ട് പഴംപൊരിയും പിന്നെ ഞാൻ ജ്യൂസും കഴിക്കുന്നുണ്ട്, മീൻസ് കുടിക്കുന്നുണ്ട്. അതിനുശേഷം ദേ അവളുടെ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളെന്ന് പറഞ്ഞിട്ട് മീൻ മാത്രമല്ല, മീനിൻ്റെ അച്ഛനും അമ്മയും മുതലേ വരെ ഉണ്ട്. ചുമ്മാ പറയുന്നേ, മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അടുത്തുള്ള ചില്ലീസിൽ. അവിടെ പോയിട്ട് ഒരു ഊണ് പറഞ്ഞു. വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ മീനും എൻ്റെ 40 രൂപയുടെ മത്തിയ. ഫൈനലി റൂമിലെത്തി. അവിടെ ഇഷ്ടംപോലെ വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ എനിക്ക് പൊടി അലർജി ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് കുറമ്പിക്കുന്നുണ്ടായിരുന്നു മാസ്ക് വെച്ച് വൃത്തിയാക്കുന്നു. പക്ഷേ ഞാൻ മാസ്ക് വെച്ചിട്ടില്ല, കണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തുമ്മി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അത്രയും പൊടി അടിക്കാൻ വേണ്ടി തന്നില്ല, കാരണം മാക്സിമം വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ ബാക്കി തൂത്തു, ഫാനിൽ പൊടി അടിച്ചിട്ടു, പിന്നെ തറ തുടച്ചു. അത്രയൊക്കെ ചെയ്തപ്പോഴേക്കും തലവേദനയായിട്ട് ഒറ്റ ഫ്ലാറ്റാണ്. അത്ര വയ്യാണ്ടായി, കാരണം പീരീഡ്സ് ആണ്, തലവേദനയാണ്, ഇത് ക്ലീൻ ചെയ്ത പ്രശ്നം എല്ലാം കൂടി. അവസാനം നമ്മൾ വൈകുന്നേരം നൈറ്റിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പെരിയ പോകുന്നുണ്ട്. പെരിയ പോയിട്ട് പെറോട്ട, ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, വെജ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെന്താ മഷ്റൂം ഫ്രൈ ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ അടുത്തുള്ള സ്റ്റോറിൽ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നേരെ ഓട്ടോ പിടിച്ച് ഹോസ്റ്റലിലോട്ട് വരുന്നുണ്ട്. ഒട്ടും വയ്യ. ഇനി പോയിട്ട് മേലൊക്കെ കഴുകിയിട്ട് ഇറങ്ങിയിട്ട് ടാറ്റാ.